ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു കിടിലൻ ട്രിപ്പ് പോവുകയാണ്. അതായത് വെറൈറ്റി സംഭവമാണ് എല്ലാം. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകൾ എന്താ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകൾ ഇന്നത്തെ സംഭവം ഇതാണ്, ഈ കാണുന്നതാണ്. അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് യാത്രയാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. നമ്മുടെ ഫാമിലി 2-3 ഫാമിലി ഉണ്ട്. അതിൻ്റെ വീഡിയോയും കാണാൻ നമ്മൾ വഴിയെ ഇങ്ങനെ കാണിക്കാം. അപ്പം കിടിലൻ ട്രിപ്പായിരിക്കും. നമുക്ക് ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വെക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ഈ വീഡിയോയും ചാനലും ആദ്യമേ കാണണമെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഹൗസ് ബോട്ടിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ടൈം ആകാറായി. അപ്പോൾ നമുക്ക് നമ്മൾ ബോട്ട് തപ്പി നമ്മൾ പോവുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളും കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാണ്. നമ്മൾ നേരെ ബോട്ടിലോട്ട് കയറാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം വഴി നമുക്ക് വഴിയെ കാണാം. നേരെ പോടാ. ഗൈസ്, അപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് ഇതാണ്. മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ബോട്ടിൽ കയറുന്ന സമയത്ത് കാണുന്ന സംഭവമാണിത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സെറ്റിംഗ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലൊക്കെയാണ് ഇരിക്കുക. ഒരു ഫാമിലിയായിട്ടൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിലോട്ട് പോയി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. എന്തൊക്കെയുണ്ട്, എത്ര റൂമുണ്ട്, എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇപ്പം ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ഉണ്ട്. നല്ലൊരു അത്യാവശ്യം ഡബിൾ കോട്ട് തന്നെ വരുന്ന ബെഡ്റൂമാണ്. ഒരു ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു ബാത്റൂമും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആംബിയൻസും ഇന്റീരിയർ ഡിസൈനിങ് എല്ലാമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ കേസ് നമുക്ക് വേറെ റൂമിലോട്ട് മൊത്തം 3 റൂമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഇവിടെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. ഡബിൾ കോട്ട് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റൂമും അതുപോലെ തന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നേരെ നമുക്കൊരു നല്ലൊരു അടിപൊളി ഒരു ബാത്റൂമും കാര്യങ്ങളും നല്ല സ്പേസ്, നല്ല സത്യം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള റൂമിന്റെ ഒക്കെ വീടിനൊക്കെ നമ്മൾ റൂം സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. സൈസ് എനിക്ക് 10 സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല സൈസായിട്ടായാലും അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ നൈസ് മൂഡായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത റൂമിലോട്ട് പോയി നോക്കാം. നമ്മളെ 3ാമത്തെ റൂമിലോട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല നമുക്ക് അവിടെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. എ സിയും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല ഇന്റീരിയറും കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് 3 റൂമും 3 ബാത്റൂമും ഉണ്ട്. സെറ്റാ. നമുക്ക് അത്യാവശ്യം എല്ലാം കൊണ്ട് സ്പേസ് ആണ്. നല്ല സ്പേസും കാണും. ഇടുക്കി ഒന്നുമില്ല. എല്ലാം നമുക്ക് സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിഷയങ്ങളെല്ലാം കാണാം. നമുക്ക് നേരെ പോയേക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിലെ കിച്ചണോട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഇവർ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കിനുള്ള ഫുഡും വൈകിട്ടത്തേക്കിനൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. Every time you come back, it's like falling down these lies again. This feeling that I have deep down inside. നമുക്കൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് അവിടെ വന്നിട്ട് കാണാം. ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. നമ്മൾ വണ്ടി ഇതുവരെ എടുത്തിട്ടില്ല. എടുത്ത് കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി നൈസ് ഏരിയ വ്യൂ ആണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നിൽക്കാൻ. സെറ്റ് ബോട്ട് കയറിയപ്പോൾ ആദ്യം നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ നമ്മളുള്ള ഫാമിലി എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഷൈജു ഇവരേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കൂടുതൽ കപ്പിളായിട്ടിരിക്കുന്ന ഇവർ 2 ഉള്ളൂ. ഷൈജു ഗൾഫിൽ നിന്നൊക്കെ വന്നേ ഉള്ളൂ. അപ്പം ഇവർ 2 ഉള്ളൂ കപ്പിൾ. ബാക്കിയെല്ലാം എന്താ പറഞ്ഞാൽ ഫാമിലിയാണ്. ഇത് നിതിനും ഫാമിലി, നിതിന്റെ കുഞ്ഞും. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് എൻ്റെ വൈഫും കുഞ്ഞും. ഇത് പിന്നെ ഇവരെ അറിയാൻ വഴിയുണ്ട്. കാരണം നമ്മുടെ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ അറിയാം. കാരണം നമ്മുടെ ട്രിപ്പിലല്ലേ ഇവർ നമ്മൾ ഉണ്ടായിരുന്നു. അവിടെ അൻഷാദും ഫാമിലിയും കുഞ്ഞും അവിടെ ഒരു കുഞ്ഞു കണ്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 മെയിൻ കഥാപാത്രത്തെ പറയാം. പിന്നെ കല്യാണം
കേസപ്പോൾ ഇത് നമ്മുടെ സകത വേറെ ഒന്നും വിചാരിക്കില്ല. നല്ല പെമ്പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരണം. നമുക്ക് അടിപൊളി പെമ്പിള്ളേരുണ്ടെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന ചെറുക്കൻ ദുബൈയിലാണ്. അപ്പം നിങ്ങൾ നല്ല പെമ്പിള്ളേരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാനൊരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു കസിനാണ് ഇഷാൻ. അപ്പം അടിച്ച് പൊളിക്കേണ്ട വന്നതാണ്. സെറ്റ് അടിക്കും വീഡിയോയും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ള് കാണുക. നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പം ഇവിടുത്തെ പ്രത്യേകമാണെന്ന് പറഞ്ഞു, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. നമ്മൾ റിസ്ക് ആണെങ്കിൽ നമ്മൾ ചെയ്യാതെ നേറ്റേക്കുവാണ്. ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ. ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ മെയിൻ നമ്മുടെ ആൾ കൂടെ ഉണ്ടെന്ന് സൽമാൻ. പഴയ നമ്മുടെ ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ചെയ്തുകൊണ്ട് സൽമാൻ നമ്മുടെ കൂടെ നിന്ന് ട്രിപ്പിലുണ്ട്. അവനുള്ളതുകൊണ്ട് ഫുൾ ക്യാമറയും കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പം ബാക്കി ബോട്ടിനെ പറ്റിയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു. നമുക്കപ്പോൾ യാത്രകളിലെ വിഷയങ്ങളെല്ലാം നമുക്ക് വണ്ടി ഇവിടുന്ന് എടുത്തിട്ടില്ല. ഇപ്പോൾ എടുത്ത അവിടെ തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ് ഈ സ്പീഡ് ബോട്ട്. നമ്മൾ ഹൗസ് ബോട്ട് കയറി കായലിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഒത്തിരി ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി സ്പീഡ് ബോട്ടിൽ വരും. അവർക്ക് പെർ ഹെഡ് 300 രൂപ ആണ്. 300 രൂപ എടുത്ത് നമുക്ക് 10-15 കിലോമീറ്റർ നമുക്ക് കായലിൽ കൂടെ മൊത്തം നല്ല അഡ്വഞ്ചർ റൈഡായിട്ട് തന്നെ കിടിലനായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഏലും മനസ്സിലാക്കുക അതുകൂടെ നമ്മൾ ആ റൈഡോടെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വരുന്ന കാര്യമുള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കയറി ഇനി ഞങ്ങൾ വന്നിട്ട് വേണം അടുത്ത ഫാമിലിക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ സേഫായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു സേഫാണ്, ഒന്നും പേടിക്കാൻ ഇല്ല, ധൈര്യമായിട്ട് കയറിക്കുക, നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാമെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. I just need to know what's on your mind. You can call my name, I'll be alright. I just need to know what's on your mind. I just wanna dance all night. Just wanna dance all night. Just wanna dance all night. Dance all night. I got dance all night. Just wanna dance all night. Just wanna dance all night. Just wanna dance all night. Dance all night. I got dance all night. Just wanna dance all night. Just wanna dance all night. Just wanna dance all night. Dance all night. I got dance all night. Just wanna dance all night. Just wanna dance all night. ഓ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളി പറഞ്ഞ സ്പീഡ് ബോട്ട് യാത്രയാണ്. ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയല്ലേ, കിടിലല്ലേ ട്രിപ്പ്, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലൻ. കാഴ്ചകൾ കാണാം. I just need to know
ഗൈസ് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഇതാണ്. ചേട്ടൻ ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. നമ്മുടെ പോലെ പിള്ളേര് മൈൻഡ് എന്ന് പറഞ്ഞില്ലേ, പിള്ളേര് മൈൻഡ്. ഈ ചേട്ടനെ കാണിച്ചു തരാം. ചേട്ടൻ വരുന്നോ? കണ്ണൻ. കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ ചേട്ടൻ നമ്പർ തൊട്ട് താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഇതുപോലെ ഹൗസ് ബോട്ടിലൊക്കെ വരുമ്പോൾ ചേട്ടനെ വിളിച്ചാൽ ചേട്ടൻ പറന്നെത്തും. അടിപൊളിയാണ്. നമ്പർ പ്രത്യേകം താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് കാണാം. ഗൈസ് അപ്പം നമുക്ക് ലഞ്ച് ടൈമായി. ഫുഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഹൗസ് ബോട്ട് അപ്പം പാർക്ക് ചെയ്തേക്കാണ്. സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നത്. അപ്പം ഫുഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ടൈം നമുക്ക് കായലിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ടൈം ലഞ്ച് ടൈമിൽ ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാ ബോട്ടും പാർക്ക് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിഷയം നമുക്ക് വഴിയേക്കാം. ഇതിനെ വേടാ എങ്ങനെ ഉണ്ടാ മോനെ ഈ ഇത്രയും നേരത്തെ എക്സ്പീരിയൻസ്? ഇപ്പൊ നമ്മൾ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പൊ അതുവരെയുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറ. വളരെ മനോഹരമായിട്ടൊരു വൈബാണ്. ഇവിടെ എല്ലാവരും ഒന്ന് വന്ന് ഇതൊന്ന് എൻജോയ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കൂട്ടുകാരനവിടെ കൂടി അതിന് ഒരു ഒത്തുചേരുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ ഷൈജുവാണ്. അവർ വന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ്. സെറ്റല്ലേ ഇപ്പൊ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ ഊണൊക്കെ വെച്ച് നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾ പറയുന്നതായിരിക്കും. ഗൈസ് അപ്പം അടിപൊളി ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒതുക്കിയേക്കുവാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ല ഒതുക്കി നിർത്തിയേക്കുവാണ്. അപ്പം ഫുഡെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഫുഡെല്ലാം അവർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞാണ്. അപ്പം I just need to know what's on your mind. You can call my name, I'll be alright. I just need to know what's on your mind. I just wanna dance all night. I just wanna dance all night. I just wanna dance all night. ഗൈസ് അപ്പം നമുക്കപ്പം ടീ ടൈം ആയിട്ടുണ്ട്. നമുക്കപ്പം ഏത്തക്കാപ്പവും അതുപോലെ തന്നെ ചായയും കോഫിയും ബ്രൂ കോഫി ഉൾപ്പെടെയാണ് നമുക്ക് നമ്മൾ അതിന് ചോദിച്ചിട്ടാണ് നമുക്ക് കൊണ്ട് തരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളുണ്ട്. നമ്മൾ ആളുടെ എണ്ണം അനുസരിച്ച് അതിൽ കൂടുതലാണ് നമുക്ക് സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ല പൊളിയായിരുന്നു
ഗൈസ് അപ്പം നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പം സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു, നമ്മൾ ഇറങ്ങാൻ പോകണം. അപ്പം നമ്മൾ 11 മണിക്ക് കയറി, ഇപ്പം 5 മണിയായി. 5 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. അപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും സാധനമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാം ഇറങ്ങുവാണ്. അപ്പം സംഭവം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ബോട്ടുകാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഇപ്പം എല്ലാവർക്കും സന്തോഷം അടിച്ചു പൊളിക്കുന്നതിനുള്ള സിറ്റുവേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അത് സെറ്റാണ്. ഇവിടുത്തെ ചേട്ടന്മാരാണല്ലോ എല്ലാവരും അടിപൊളിയായിരുന്നു. ഫുഡാണെങ്കിലും എല്ലാം സെറ്റായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ബോട്ടിങ്ങിന് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. സെറ്റാണ്. അപ്പം നമുക്ക് അടിപൊളി ഇതുപോലെ കിടിലൻ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ